കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മാക്സിമം മെമ്മറി നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന മെഗാബൈറ്റ്സിലല്ലേ. ഇതുപോലെ ഹ്യൂമൻ മെമ്മറിയുടെ ഒരു മാക്സിമം വാല്യൂ നമ്മൾ ഏത് യൂണിറ്റിലായിരിക്കും പറയണേ? സയൻറ്റിസ്റ്റുകാരൊക്കെ പറയുന്നത് 2.5 മില്യൺ ഗിഗാബൈറ്റ്സ്. അതാണ്. ഇത് എത്ര ഹ്യൂജ് നമ്പറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഫ്രണ്ട്സ് സീരീസിലെ ആ സീരീസിൻ്റെ ടോട്ടൽ റൺ ടൈം എന്ന് പറയുന്നത് 88.5 അവേഴ്സാണ്. അതിന് നമ്മൾ റഫ്ലി ഒരു 100 അവേഴ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് സീസണിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് വരെ നമ്മളൊരു ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുകയാണ്. ആ സാധനം തന്നെ 30,000 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഓഫ് സ്റ്റോറേജ് വേണോ അതാണ് നമ്മുടെ ഈ ഹ്യൂമൻ മെമ്മറിയുടെ കപ്പാസിറ്റി. ക്രിസ്പായി പറഞ്ഞാൽ ബ്രെയിനിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ ഇൻറ്റു 1 മില്യൺ ടൈംസ്. ഇത്ര ഹ്യൂജ് വാല്യൂ ഇത്ര ചെറിയ ബ്രെയിനിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ലെറ്റ്സ് ഡൈവ് ഇൻ. നമുക്കറിയാവുന്ന പോലെ ബ്രെയിനിൽ സ്റ്റാറ്റിക് ഫയൽസ് ആയിട്ടൊന്നുമല്ല മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതിനെ എൻകോഡ് ചെയ്ത് പിന്നെ റിട്രീവ് ചെയ്യുന്ന ആ പ്രോസസ്സ് അതൊരു ഡൈനാമിക് ജേണിയാണ്. ഈ ജേണീനെ കൂടുതൽ കറക്റ്റായി മനസ്സിലാക്കാനായിട്ട് ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ ഈ ഇൻസിഡൻറ്റ് മെമ്മറി ആകുന്ന ആ ടൈമിൽ ആൾക്കാരുടെ ഫ്രാക്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അതായത് FMRI എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ റീജിയൻസ് ഓഫ് ബ്രെയിൻസ് ആണ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ നിന്ന് ആ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി ഒരു ഇൻസിഡൻറ്റ് മെമ്മറി ആവുന്ന ടൈമിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പോർഷൻ ഓഫ് ബ്രെയിൻ മാത്രമല്ല ആക്ടിവേറ്റഡ് ആവുന്നത്, ഒരു സർട്ടൻ പാത്ത് വേ ആണ് ആക്ടിവേറ്റഡ് ആവുന്നത്. പിന്നെ അവർക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ബ്രെയിനിലെ ഏരിയയാണ് ഈ മെമ്മറീൻ്റെ വൈറ്റൽ റീജിയൻ. പിന്നെ ഫർദർ സ്റ്റഡിയൊക്കെ നടത്തിയപ്പോൾ അവർക്ക് ശരിക്കും ആ പാത്ത് വേ മനസ്സിലായി. അതായത് ഒരു സെൻസറി ഇൻപുട്ട് നമുക്ക് കിട്ടുമ്പോൾ അതിനെ ന്യൂറൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ന്യൂറൽ സിഗ്നൽസ് ന്യൂറൽ പാത്ത് വേ കൂടിയാണല്ലോ പാസ് ചെയ്യുന്നത്. ഇത് പാത്ത് വേ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ന്യൂറോൺസും സിനാപ്സസും ഒക്കെ ആയിട്ട് കണക്ഷൻസ് ഉണ്ടാവും. ഈ കണക്ഷൻസ് ആണ് മെമ്മറി ഫോം ചെയ്യിപ്പിക്കുന്നത്. ന്യൂറോൺസ് നമുക്കറിയാവുന്ന പോലെ ബ്രെയിനിൻ്റെ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്സ് ആണ്. ഈ സിനാപ്സസ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂറോൺസ് തമ്മിലുള്ളൊരു ബ്രിഡ്ജ് പോലെ ട്രാൻസ്മിഷൻ എളുപ്പമാക്കാനായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ സിനാപ്സസ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് ഈ ഓരോ സിനാപ്സസിൻ്റെ അടുത്തെത്തുമ്പോൾ സർട്ടൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ട്രിഗർ ചെയ്യും. ഇത് ആ 2 ന്യൂറോൺസ് തമ്മിലുള്ള ആ കണക്ഷനെ സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെയാണ് ഒരു മെമ്മറി നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർഡ് ആകുന്നത്. ഇതിനെ സയൻറ്റിസ്റ്റുമാർ ലോങ് ടേം പൊട്ടൻഷ്യേഷൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു ജിക്സോ പസിലിലെ പല പല പീസസ് പോലെയാണ്. ഇപ്പോൾ നമ്മളൊരു ഇൻസിഡൻറ്റ് കാണുകയാണെങ്കിൽ അതിൽ ഒരു പീസ് ചിലപ്പോൾ ആ ഇൻസിഡൻറ്റിൻ്റെ വിഷ്വലായിരിക്കും, ഒരു പീസ് അവിടുത്തെ സ്മെല്ലായിരിക്കാം, ഒരു പീസ് അവിടുത്തെ സൗണ്ടായിരിക്കാം, ഒരു പീസ് അവിടുത്തെ ഒരു സെൻസ്, ഈ ടച്ച് ഫീൽ അങ്ങനത്തെ ഒരു സെൻസ് ആവാം. ഇങ്ങനെ പല പല പീസസ് പല പല ബ്രെയിൻ ഏരിയയിൽ സെൻസ്ഡ് ആവും. എന്നിട്ട് ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് ഒരു പാത്ത് വേ ഉണ്ടാവും. ഈ പാത്ത് വേ എപ്പോൾ ആക്ടിവേറ്റ് ആവുന്നു അപ്പം നമ്മൾ ആ മെമ്മറി റിട്രീവ് ചെയ്യും. ഇതാണ് ആ പ്രോസസ്സ്. നമ്മളിപ്പോൾ കണ്ടല്ലോ ഒരു ഇൻസിഡൻറ്റിനെ പല ജിക്സോ പസിലിലെ പല പീസസ് പോലെ ഓരോ പീസസിനെ ഓരോ ബ്രെയിൻ ഏരിയയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ പീസസിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ന്യൂറൽ പാത്ത് വേ ഉണ്ടാവും. ഈ പാത്ത് വേ എപ്പോൾ ആക്ടിവേറ്റഡ് ആവുന്നു അപ്പോൾ ആ മെമ്മറി നമുക്ക് റിട്രീവ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ആ മെമ്മറി അവിടെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർഡായി. നമ്മൾ കണ്ടല്ലോ ഇതിനെ റിട്രീവ് ചെയ്യാൻ നേരത്ത് നമ്മൾ പറഞ്ഞ ആ പാത്ത് വേ ഉണ്ടല്ലോ, ആ പാത്ത് വേ എപ്പോഴൊക്കെ ബ്രെയിൻ ആ സെയിം പാത്ത് വേ ആക്ടിവേറ്റഡ് ആവുന്നോ അപ്പോൾ ഒക്കെ നമുക്ക് ആ സ്റ്റോർ ചെയ്തിരുന്ന മെമ്മറി റീകളക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ പാത്ത് വേൻ്റെ കണക്ഷൻ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സിനാപ്സിസിൻ്റെ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ട്രിഗർ ആവും. എന്നിട്ട് അതാണ് ഈ ന്യൂറോൺസ് തമ്മിലുള്ള ആ കണക്ഷൻ്റെ സ്ട്രെങ്ത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന്. ഈ സ്ട്രെങ്ത്ത് എത്ര കൂടുതലാണോ അത്ര എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ മെമ്മറി റീകളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ ആക്ടിവേറ്റ് ചെയ്യും, പാത്ത് വേ ആക്ടിവേറ്റ് ചെയ്യുന്നു.
ഈ പാത്ത് വേ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ട്രിഗേഴ്സ്, ഇൻറ്റേർണൽ ട്രിഗേഴ്സും ഉണ്ട്, എക്സ്റ്റേർണൽ ട്രിഗേഴ്സും ഉണ്ട്. ഇപ്പോൾ സെൻറ്റ്, മ്യൂസിക്, ഫോട്ടോഗ്രാഫ്, ടേസ്റ്റ്, ഇതൊക്കെ എക്സ്റ്റേർണൽ ട്രിഗേഴ്സാണ്. ഇത് നമ്മൾ യൂഷ്വലി എക്സ്പീരിയൻസ് ചെയ്യലുള്ളതല്ലേ. ഇപ്പോൾ ഒരു ഫ്രണ്ട് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് നമുക്ക് അയാളുടെ മെമ്മറി തരും. അതുപോലെ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് നമ്മളൊരു സ്ഥലത്ത് വെച്ച് കേട്ടെങ്കിൽ അതേ മ്യൂസിക് വേറൊരു സ്ഥലത്ത് കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ മ്യൂസിക് കേട്ട സ്ഥലത്തെ പറ്റി ഓർക്കും. അതൊക്കെ നമ്മൾ യൂഷ്വലി എക്സ്പീരിയൻസ് ചെയ്യല്ലേ. ഇതൊക്കെ എക്സ്റ്റേർണൽ ട്രിഗേഴ്സ് കൊണ്ട് മെമ്മറി ട്രിഗേർഡാണ്. ഇനി ഇൻറ്റേർണൽ ട്രിഗേഴ്സ് ഉണ്ട്. അത് 2 ഉണ്ട്. ഇമോഷണൽ റെസൊണൻസും നമ്മുടെ മൂഡും. ഇമോഷണൽ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് എത്ര സ്ട്രോങ് ആണോ. ഇപ്പോൾ ഞാനൊരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത്, അതായത് ആ മെമ്മറി എൻ്റെ ബ്രെയിനിൽ സ്റ്റോർഡ് ആവുന്ന സമയത്ത് എൻ്റെ ഇമോഷൻ എത്ര സ്ട്രോങ് ആണോ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് ആ മെമ്മറി റീകളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇമോഷൻ കുറച്ച് കുറവായിരുന്നു ആ സമയത്ത്, ആ മെമ്മറി സ്റ്റോർ ചെയ്യുന്ന സമയത്തെങ്കിൽ എനിക്ക് അത്ര ക്ലിയറായി വിവിഡായി ആ മെമ്മറി റീകളക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി സെക്കൻഡ് ഇൻറ്റേർണൽ ട്രിഗറാണ് മൂഡ്. അതായത് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിൽ അതായത് മെമ്മറി റിട്രീവ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഉള്ള നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്ന മെമ്മറീനെ അഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പം ഞാൻ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പി മെമ്മറീസ് ആയിരിക്കും റിട്രീവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ. ഇപ്പം ഞാൻ സാഡായിരിക്കുന്നെങ്കിൽ എനിക്ക് സങ്കടം വന്നിട്ടുള്ള, എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള മെമ്മറീസ് ആവും ഞാൻ റിട്രീവ് ചെയ്യാനായിട്ട് ചാൻസസ് കൂടുതൽ. വലിയ വലിയ സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ മൈൻഡിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അവന് മറക്കാൻ കഴിയുന്നതാണ്. ദ ആർട്ട് ഓഫ് ഫോർഗെറ്റിംഗ് ആണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആർട്ട് ഓഫ് ഫോർഗെറ്റിംഗ് അതെങ്ങനെയാണ്? ഓൺ എ ബേസിസ് ഓഫ് സയൻസ് നമുക്കത് നോക്കാം. ഫോർഗെറ്റിംഗ് 3 ടൈപ്സ് ഉണ്ട്. ഡീകേ തിയറി, ഇൻ്റർഫെറൻസ്, ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിനൻ. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, ഡീകേ തിയറി. അതായത് ആസ് ടൈം പാസസ്, ടൈം ഹീൽസ് എന്നൊക്കെ പറയൂലേ, അതായത് ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മെമ്മറി ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. അതേ സാധനം തന്നെയാണ് ഡീകേ തിയറി. നമ്മുടെ മെമ്മറി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ന്യൂറൽ കണക്ഷൻസ് അല്ലെങ്കിൽ ആ പാത്ത് വേ അത് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും ബൈ ദ പാസേജ് ഓഫ് ടൈം. അതാണ് ഡീകേ തിയറി. സെക്കൻഡ് വൺ, ഇൻ്റർഫെറൻസ്. ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു മെമ്മറീൻ്റെ ഇൻ്റർഫെറൻസ് കാരണം പഴയൊരു മെമ്മറി റീകോൾ ചെയ്യാനായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന പരിപാടി. ഇത് 2 ടൈപ്പ് ഉണ്ട്. പ്രൊആക്റ്റീവ് ഇൻ്റർഫെറൻസും റിട്രോ ആക്റ്റീവ് ഇൻ്റർഫെറൻസും. പ്രൊആക്റ്റീവ് ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ ഏർലിയർ മെമ്മറീസ് ഉള്ളത് കാരണം റീസെൻറ്റ് മെമ്മറീസ് റിട്രീവ് ചെയ്യാൻ കഴിയാത്തത്. റിട്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ന്യൂ മെമ്മറീസ് കാരണം ഓൾഡർ മെമ്മറീസ് റിക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തത്. നമുക്ക് ചില സിറ്റുവേഷൻസിൽ തലേ ദിവസം നടന്ന കാര്യം എത്ര ആലോചിച്ചാലും ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ പണ്ട് നടന്നൊരു കാര്യം നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും. ഇതൊക്കെ റിട്രോ ആക്റ്റീവ് ഇൻ്റർഫെറൻസ് കൊണ്ടിട്ടാണ്. തേർഡ് ടൈപ്പ്, ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിനൻ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ നാക്കിൻ്റെ തുമ്പത്തുണ്ട് ഇങ്ങോട്ട് വരണില്ല, അതേ സാധനം. പാർഷ്യൽ ആക്ടിവേഷൻ ഓഫ് മെമ്മറി ഉണ്ട്, പക്ഷെ നമുക്കത് പെട്ടെന്ന് ആ മൊമെന്റിൽ റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിനൻ. ഇനി ന്യൂറോ ബയോളജി ഈ ഫോർഗെറ്റിങ്ങിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിനാപ്റ്റിക് പ്യൂറിങ്ങും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയുള്ള ഫോർഗെറ്റിങ്ങും. സിനാപ്റ്റിക് പ്യൂറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാപ്ചയൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന പോലെ അൺനെസസറി അൺവാണ്ടഡ് ന്യൂറൽ കണക്ഷൻസ് ഒക്കെ ബ്രെയിൻ തന്നെ ഡീക്ലട്ടർ ചെയ്യും. അതാണ് സിനാപ്റ്റിക് പ്യൂറിംഗ്. സെക്കൻഡ് വൺ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയുള്ള ഫോർഗെറ്റിംഗ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സെക്രീഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സെക്രീഷനിൽ ഇംബാലൻസുകൾ ഉണ്ടാവുമ്പോൾ ഈ ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ട്രെസ് ലെവലൊക്കെ ഉണ്ടെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ലെവലൊക്കെ വേരി ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് മെമ്മറി നമ്മൾ ഈ സ്ട്രെസ് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് റീകളക്ട് ചെയ്ത ബ്ലാങ്ക് ആയി പോകില്ലേ, അതൊക്കെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ലെവലിലുള്ള ഇംബാലൻസ് കൊണ്ട് നമ്മുടെ മെമ്മറി റീകളക്ട് ചെയ്യാൻ പറ്റാത്തത്. സോ അത്രയേ ഉള്ളൂ ദ സയൻസ് ഓഫ് മെമ്മറി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ഫോളോ ആൻഡ് ഡു സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ഞാൻ ഇതിനു വേണ്ടി റെഫറൻസ് ചെയ്ത ബുക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.